നമസ്കാരം. കോവിഡിന് ശേഷമുള്ള കേരളം എങ്ങനെയെന്ന് ചർച്ച ചെയ്യുന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നീണ്ട 60 ദിവസം നീണ്ട ഒരു കോവിഡ് കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ ഏറ്റവും നന്നായി പരിപാലിച്ച ഒരു സംഘമുണ്ട്. സംസ്ഥാന സർക്കാരിന് എപ്പോഴും ഒരു താങ്ങും തള്ളായി നിന്ന നമ്മുടെ പോലീസ് വകുപ്പ്. അതിന് മേൽനോട്ടം വഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അന്യ സംസ്ഥാനത്തുള്ള മലയാളികൾക്ക് തിരിച്ചു നാട്ടിലെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്ത പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നോഡൽ ഓഫീസറായ തലസ്ഥാനത്തെ മാത്രമല്ല സൗത്ത് സോണിൻ്റെ DIG പദവി വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട K. സഞ്ജയ് കുമാർ IPS അദ്ദേഹമാണ് നമ്മുടെ ചേരുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഒരു നീണ്ട ഒരു കോവിഡ് കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ഈ ഒരു കാലഘട്ടത്തിൽ പോലീസിനൊരു ഭയങ്കര ഒരു വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തോടെ അതിഥി തൊഴിലാളികളെ നാട്ടിലേക്ക് പൂർണ്ണമായി പറഞ്ഞുവിടാൻ കഴിഞ്ഞു. എങ്ങനെയാണ് അത് നമുക്ക് സാധിച്ചത്? ഇത് നമുക്ക് ഔട്ട്സൈഡ് ലേബർ നോക്കിയപ്പോൾ ഇഫ് വി സേ ടേക്ക് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് നമ്മുടെ കേരളത്തിൽ അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 5 to 5.5 lakh മൈഗ്രൻറ്റ് ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഗസ്റ്റ് ലേബേഴ്സ് ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട ഈ ലേബേഴ്സിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ എല്ലാവർക്ക് നാട്ടിൽ പോകാനുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നമ്പർ 1. രണ്ടാമത് അവരുടെ ആങ്സൈറ്റി പറഞ്ഞാൽ അവരെ ജോലി ഇപ്പം ഇല്ല, അവർക്ക് സാലറി ഇല്ല. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അവരെ ഏത് രീതിയിൽ അവരെ ഫുൾ ടൈം അവർക്ക് പോകും അതിൻ്റെ അവർക്ക് ചിന്തയായിരുന്നു. ഈ രണ്ട് കാര്യമാണ് നമ്മുടെ കൂടുതൽ ശ്രദ്ധിച്ചത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം ചെയ്തത് പോലീസ് ആക്ച്വലി വി വിസിറ്റഡ് എല്ലാ ലേബർ ക്യാമ്പ്സിൽ നമ്മൾ വിസിറ്റ് ചെയ്തു, എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. മുമ്പ് നമുക്ക് അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലായിരുന്നു. അതായത് ഈ ഒരു കോവിഡ് കാലത്ത് ഒരു സ്റ്റാറ്റിക്സ് ഉണ്ടാക്കാൻ ഒരു സഹായകരമായല്ലേ? സോ അത് നമുക്കൊരു ഹെൽപ്പായി. നമുക്ക് വി കാൽക്കുലേറ്റഡ് ഓർ വി മെയ്ഡ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ഏത് സ്റ്റേറ്റ്സ് നിന്ന് ലേബേഴ്സ് ഉണ്ട്, പ്ലസ് ഏത് ഡിസ്ട്രിക്ട് വൈസ് പോലെ നമ്മൾ നോക്കി. ലൈക്ക് ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്ത് പല രാജ്യത്തിൽ എത്ര ലേബേഴ്സ് ഉണ്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തതിന് ശേഷം ഫസ്റ്റ് തിങ് വാട്ട് വി ഡിഡ് ഈസ് നമ്മുടെ എല്ലാ ലേബർ ക്യാമ്പ്സ് പറഞ്ഞാൽ അവരുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. സോ ദോസ് ക്യാമ്പ്സിൽ നമ്മുടെ ഒരു ഹോം ഗാർഡ് ഹിന്ദി സ്പീക്കിംഗ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യാനുള്ള അങ്ങനെ വി നോമിനേറ്റഡ് 1 ഹോം ഗാർഡ്. ദെൻ ഈ ഹോം ഗാർഡ് വിത്ത് ദോസ് പീപ്പിൾ സെൽഫ് ആദ്യത്തെ നമ്മുടെ കാര്യം ചെയ്തത് അവർ താമസിക്കുന്നത് സ്ഥലത്ത് അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു ദാറ്റ് അവരുടെ ഹൗസ് ഓണർമാർ അവർക്ക് ദേ വിൽ റിമൂവ് ഫ്രം ദെയർ റെസിഡൻസ്. സോ നമ്മുടെ എല്ലാ ഹൗസ് ഓണേഴ്സോട് നമ്മൾ സംസാരിച്ചു. അവർക്ക് പറഞ്ഞു ഏത് കാരണവശാലും അവർക്ക് ദേ ഷുഡ് നോട്ട് ബി മെയ്ഡ് ടു ഇവിക്ട്. ലോക്ക്ഡൗൺ വരെ എന്തായാലും അവർ ഇവിക്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമത് വി അറേഞ്ച്ഡ് ദെയർ ഫുഡിങ്, ലൈക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈവൻ ഇൻ ദ ഫീഡിങ് വി എൻഷുർ ദാറ്റ് രണ്ട് കാര്യമുണ്ട്. ബിക്കോസ് പല ഈ നോർത്തിൽ നിന്ന് അല്ലെങ്കിൽ പല സ്റ്റേഷനിൽ നമുക്ക് കേരളത്തിലുള്ള ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ വി ഗേവ് ദം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്കൽ പഞ്ചായത്ത് പ്ലസ് LSGD പ്ലസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കൂടെ 4000+ കമ്മ്യൂണിറ്റി കിച്ചൺസ് തുടങ്ങി. അതുമാത്രമല്ല കമ്മ്യൂണിറ്റി കിച്ചൺസ് അല്ലാതെ വി എൻഷുർ ദാറ്റ് അവർക്കൊരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ദാറ്റ് ഇഫ് ദേ വാണ്ട് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ കഴിക്കാം, അല്ലെങ്കിൽ ദേ ക്യാൻ കുക്ക് ദെയർ ഓൺ. സ്വന്തം അവർ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വി ഗോട്ട് ദെയർ ലിസ്റ്റ് എന്തൊക്കെയാണ് പ്രൊവിഷൻസ്, എന്തൊക്കെ സാധനങ്ങളാണ് വേണം, ലൈക്ക് ഗ്രോസറി ഐറ്റംസ് പ്ലസ് ദെയർ കുക്കിംഗ് ആവശ്യങ്ങളുള്ള അത് നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തു. സോ ഈ രണ്ട് കാര്യമാണ് വി ഹാഡ് ആക്ച്വലി എൻഷുർഡ്. അതുമാത്രമല്ല അവരുടെ ഇപ്പോൾ കാലി സമയത്ത് മിക്കവാറും ദേ മൈറ്റ് ബി അങ്ങനെ ഒരുപാട് അവരുടെ മൊബൈലിൽ ഒരുപാട് ഫേക്ക് ന്യൂസ് ആയിട്ട് സർക്കുലേഷനിൽ വരും. സോ അതവർ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റു രാജ്യത്തിൽ ഈ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഒരു മിസ്ഇൻഫോർമേഷൻ അങ്ങനെ കൂടി വന്നപ്പോൾ അതാണ് ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ കാരണം നമ്മൾ മറ്റേ രാജ്യത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ക്യാമ്പിൽ നമ്മുടെ തന്നെ സപ്പോസ് ഒരു ക്യാമ്പിൽ 100 പേര് ഉണ്ടെങ്കിൽ ഈ 100 പേര് പല രാജ്യത്തുള്ള. സോ നമ്മൾ അവിടെ അതെ. സോ അവിടെ നിന്ന് വി ടുക്ക് 1 റെപ്രസെൻറ്റേറ്റീവ് എല്ലാ ക്യാമ്പിൽ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആക്കി ആൻഡ് വി ഗോട്ട് ദെയർ ഹെൽപ്പ്.
ദാറ്റ് അവരോട് സംസാരിച്ച് അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവർക്ക് എന്താണ് വേണം. സോ വി സ്റ്റാർട്ടഡ് ഇൻവോൾവിങ് ദം ഇൻ അവർ പോലീസ് ആക്ടിവിറ്റി. ദാറ്റ് വാസ് എ വെരി ഗുഡ് തിങ്. പ്ലസ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വി ഹാഡ് വരുന്നത് ഫേക്ക് ഇൻഫോർമേഷൻസ്, അത് തെറ്റാണ്. പ്ലസ് നമ്മുടെ കേരള ഗവൺമെൻറ് എന്തൊക്കെ കാര്യം ചെയ്യുന്നുണ്ട് അതും നമുക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സർക്കുലേറ്റ് ചെയ്യാനുള്ള വി പെനിട്രേറ്റഡ് ദെയർ വാട്സപ്പ് ഗ്രൂപ്പ്. അത് കാരണമായിട്ട് അവർക്ക് അങ്ങനെ ഒരു ഫേക്ക് ഇൻഫോർമേഷൻ കാരണം ദേ കുഡ് നോട്ട് അങ്ങനെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നിട്ടില്ല. ദാറ്റ് വാസ് വൺ. സെക്കൻഡ് തിങ്, ഈ പല സ്റ്റേറ്റ്സിൽ UP ആയാലും വെസ്റ്റ് ബംഗാൾ അവിടെ ദർ ആർ നോഡൽ ഓഫീസേഴ്സ്. ആ നോഡൽ ഓഫീസർ മറ്റേ സ്റ്റേറ്റ്സിൻ്റെ നോഡൽ ഓഫീസറുമായിട്ട് കോർഡിനേഷൻ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ ഒരു ടീമുണ്ട്, ലേബർ കമ്മീഷൻ ടീം ഉണ്ടായിരുന്നു. ഓക്കെ, സോ അവരുടെ റിലേറ്റീവ്സ് എന്തെങ്കിലും പെറ്റീഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ then those calls will land up us. അതായത് ഇവിടെ നിൽക്കുന്ന അതിഥി തൊഴിലാളിക്ക് പ്രശ്നമുണ്ടെങ്കിൽ UP-യിലുള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ. അതെ. ഇത് ബേസിക്കലി സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. UP ഗവൺമെൻറ് ഉണ്ടെങ്കിൽ UP ഗവൺമെൻറ് ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഹെൽപ്പ് ലൈനാണ് ഇവിടെയുള്ള മൈഗ്രൻ്റ് ലേബേഴ്സ് കയ്യിലും ഉണ്ടായിരുന്നു. സോ ഇവിടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദേ വിൽ ആ നമ്പറിലേക്ക് വിളിക്കും. ഇവിടെ ഭക്ഷണത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കണ്ടീഷൻ മോശമാണോ, അങ്ങനെ അവർക്ക് കിട്ടും. ദെൻ ദോസ് കോൾസ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു മീ. ദെൻ നമുക്ക് ഇവിടെ ലോക്കൽ പോലീസുമായിട്ട് LSG ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു. ഒരു ദിവസത്ത് മിക്കവാറും ഒരു അറൗണ്ട് 100-150 കോൾസ് അങ്ങനെ ഡെയിലി വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് മോർ ദാൻ 1.5 lakh ഒരു കംപ്ലയിൻസ് അങ്ങനെ നമ്മുടെ സോൾവ് ചെയ്തു. അതൊരു വലിയ നേട്ടമാണ് ഈ സമയത്ത്. സാറേ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ലാൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിഞ്ഞു. ഓരോ സംസ്ഥാനത്തെ അതിഥികളുടെ എണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഈ കണക്കുകൾ വെച്ച്? ഈ ഔട്ട്സൈഡ് ഗസ്റ്റ് ലേബറേഴ്സ് പറഞ്ഞാൽ മാക്സിമം പീപ്പിൾ വെയർ ഫ്രം വെസ്റ്റ് ബംഗാൾ. ഈ ഒരു മോർ ദാൻ 50% ഔട്ട്സൈഡ് ലേബറേഴ്സ് വെസ്റ്റ് ബംഗാളാണ്, ഫോളോഡ് ബൈ ബീഹാർ, ഒറീസ. Then comes the other states. പ്രധാനപ്പെട്ട 4 സ്റ്റേറ്റ്സ് ആയിരുന്നു: വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് UP. ഇതോടൊപ്പം തന്നെ ഈ അന്യ രാജ്യങ്ങളിലുള്ള നേപ്പാൾ അതുപോലെ തന്നെ അടുത്തുള്ള രാജ്യങ്ങളിലെ തൊഴിലാളികളുണ്ടായിരുന്നല്ലോ. നേപ്പാൾ അതുപോലെ തന്നെ അതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലെ തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്? ദോസ് നമ്പേഴ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നേപ്പാൾ പ്ലസ് ഇവിടെ മാഹി അങ്ങനെ ചില ആളുണ്ടായിരുന്നു. പക്ഷെ ആ കണക്ക് വാസ് വെരി ലെസ്. അതൊരു അത്രയ്ക്ക് എന്തായാലും കുറച്ചുപേരെങ്കിലും ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാനും കൃത്യമായി കണക്കെടുക്കാനും കഴിഞ്ഞു. അതെ സാർ, അതുപോലെ തന്നെ അതിഥി തൊഴിലാളികളെ നമ്മൾ മാന്യമായി ട്രീറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള മലയാളികൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയും സാർ ഒരു നേതൃത്വം വഹിക്കുന്നുണ്ട്. കാരണം കുറേ മെസ്സേജുകൾ വന്നു, 1.5 ലക്ഷം മെസ്സേജാണ് സോൾവ് ചെയ്തത്. അവർക്ക് നമ്മുടെ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കുറേ ഡൽഹിയിൽ ഇവിടെ കുടുങ്ങി കിടക്കുന്നു. അവരെന്തൊക്കെയാണ് അവിടെ ഫേസ് ചെയ്തിരുന്നത് ശരിക്കും? സെയിം പ്രോബ്ലം ഇവിടെയുള്ള തൊഴിലാളികൾക്ക് പ്രശ്നം സെയിം നമുക്ക് മലയാളം മറ്റേ രാജ്യത്തിലുണ്ടെങ്കിൽ സെയിം പ്രോബ്ലം അവർക്കും ഉണ്ട്. പക്ഷേ അത് എനിക്ക് ആ മറ്റേ സ്റ്റേറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണ് അതിനെ പറ്റി അത്ര എനിക്ക് ഒരു കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കേരളത്തിൽ ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് 100% പറയാൻ പറ്റും ദാറ്റ് വി ടുക്ക് കെയർ ഓഫ് ഓൾമോസ്റ്റ് എവ്രിബഡി. ഭക്ഷണം താമസിക്കാൻ മാത്രമല്ല, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, സപ്പോസ് ഒരാൾക്ക് ഒരു പനിയുണ്ട്, ആ ഇൻഫോർമേഷൻ നമുക്ക് മറ്റേ നോഡൽ ഓഫീസേഴ്സിന് കിട്ടുന്നപ്പോൾ തന്നെ നമ്മുടെ പോലീസ് ജീപ്പ് പോകും, അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതുമാത്രമല്ല, നമ്മുടെ ഒരു TISS ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് മുഖാന്തരം നമ്മുടെ ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് നടത്തി. ലൈക്ക് 100 കൗൺസിലേഴ്സ്മാർ ഉണ്ടായിരുന്നു. അത് ടെലി കൗൺസിലിങ്സ് ആണ്. സപ്പോസ് ഒരു ഭയാനക ഒരു മെൻ്റൽ സ്ട്രെസ് ഉള്ള ആരെങ്കിലും നമുക്ക് സംസാരിക്കുമ്പോൾ തോന്നും പുള്ളി മെൻ്റൽ സ്ട്രെസ്സിലാണ്. ചില ഒരുപാട് പേഴ്സൺസ് ഒരു സൂയിസൈഡ് ഉള്ള ടെൻഡൻസീസ് കാണിച്ചു. ദെൻ
വാട്ട് വി ഡിഡ് ഈസ് ഈ TISS സ്റ്റാഫ്സിൽ നമ്മൾ കോൺടാക്ട് ചെയ്തു. ദെൻ വി മെയ്ഡ് ദെം കോൾ ചെയ്തിട്ട് ഒരു വൺ പേഴ്സൺസിൽ നമുക്ക് ഒരു 15-20 മിനിറ്റ്സ് ഹാഫ് ആൻ അവറിൻ്റെ കൗൺസിലിംഗ് നടത്തി. അത് മാത്രമല്ല ചില സമയത്ത് ഇവിടെയുള്ള ലേബറേഴ്സ് ഒരു കംഫർട്ടബിൾ ആണ്, പക്ഷേ അവരുടെ ഫാമിലി മെമ്പേഴ്സ് UP ആയാലും വെസ്റ്റ് ബംഗാൾ ആ ഫാമിലി മെമ്പേഴ്സ് ദേ മൈറ്റ് ബി വറീഡ്. സോ വി വെയർ ആക്ച്വലി ഞാൻ തന്നെ പേഴ്സണലി 10-15% അവരുടെ ഫാമിലിയുമായിട്ട് സംസാരിച്ചു ദാറ്റ് ഇവിടെ ഒരു പ്രശ്നമില്ല, നമ്മുടെ നോക്കുന്നുണ്ട്, ഇവിടെ കേരള ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും നോക്കണം, അത് ചിന്തിക്കാൻ ആവശ്യമില്ല. അത് മാത്രമല്ല ചില സമയത്ത് ഇവിടെയുള്ള തൊഴിലാളിയുടെ അവരുടെ ഫാമിലിയിലെ ചെറിയ പ്രശ്നം ഉണ്ടാവും, അവരുടെ പ്രശ്നം അവിടുത്തെ നോഡൽ ഓഫീസറിൽ സംസാരിച്ചിട്ട് അതും സോൾവ് ആക്കി, സോ ദാറ്റ് ഇവിടെയുള്ള ലേബേഴ്സിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല. നൗ വാട്ട് ഹാപ്പൻസ്, ഈ നോഡൽ ഓഫീസേഴ്സുമായിട്ട് ഒരുപാട് ലിയാസനായി. ഒരുപാട് കേരള ഉള്ള മലയാളീസ് മറ്റേ സ്റ്റേറ്റ്സിൽ താമസിക്കുന്നത് അതും സോൾവ് ആക്കി. ദാറ്റ് അവർക്ക് എന്തെങ്കിലും താമസിക്കാൻ ട്രാവലിംഗ് അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത് കംപ്ലയിൻസ് വി ഇൻഫോം ടു ദ നോഡൽ ഓഫീസർ, അവിടെ ഉള്ള ആ സ്റ്റേറ്റ്സിലുള്ള നോഡൽ ഓഫീസർ ഇൻഫോം ചെയ്തിട്ട് അവിടെ പ്രോബ്ലം സോൾവ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് പരാതി അത്ര ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച്, പക്ഷേ വി ഹാഡ് ടേക്കൺ കെയർ. പക്ഷേ ബിക്കോസ് എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ അവർക്ക് സ്വന്തം നാട്ടിൽ തിരിച്ചു വരണം. അത് എന്തായാലും നമുക്ക് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സോ പക്ഷേ അതല്ലാതെ വാട്ട് എവർ ദെയർ പ്രോബ്ലം ഇത് ഹെൽത്തിൻ്റെ, സാനിറ്റേഷൻസിൻ്റെ, അവരുടെ ഫുഡിൻ്റെ, സ്റ്റേ അക്കോമഡേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ സമയം അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം എടുക്കാൻ സാധിച്ചു. സാർ വേറൊരു ലെവലോട്ട് പോകണമെങ്കിൽ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സാർ. തലസ്ഥാനത്തിന് 3 ജില്ലകൾ ഉൾപ്പെടെയുള്ള ചുമതല ഉണ്ടായിരുന്നു. അതിനിടയ്ക്കും അതായത് ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ കടന്നു വരുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ അതൊക്കെ തടയുന്നതിന് വേണ്ടി നിൽക്കുമ്പോഴും പോലീസിനൊരു ജനകീയ മുഖം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ലേബർ ക്യാമ്പേഴ്സിൽ TV ഉൾപ്പെടെ ക്യാരംസ് ഉൾപ്പെടെ എങ്ങനെ ഇതൊരു ജനകീയമാക്കാൻ കഴിഞ്ഞത്? അത് DGP ഉൾപ്പെടെയുള്ളവരുടെ വലിയ സഹായം ലഭിച്ചിട്ടുണ്ടല്ലോ. ഇത് ജസ്റ്റ് ഐ വാണ്ട് ക്ലാരിഫിക്കേഷൻ. ഇത് സാധാരണ ലോ ആൻഡ് ഓർഡർ മൈഗ്രന്റ് ലേബേഴ്സിന്റെ മാത്രം അല്ല സാർ, അതിന്റെ ഇടയ്ക്ക് കൂടെയല്ലേ ചെയ്തത്? ലോ ആൻഡ് ഓർഡറിന്റെ കൂടെയാണല്ലോ ചെയ്തത്. അപ്പൊ തിരക്കിനിടയിലാണ് ചെയ്തത്. അതെ, അതാ ചോദിച്ചത്. ആ തിരക്കും ജോലിയും ചെയ്യണം, ഇത് നോക്കണം. ഓക്കെ, ഡബിൾ പണിയല്ലേ സാർ? ആൻസർ ചെയ്തു. അത് ശരിയാണ്. ദാറ്റ് നമുക്ക് ഈ ലോ ആൻഡ് ഓർഡർ നോക്കിയിട്ട് ഈ ബാക്കി ഈ അഡീഷണൽ വർക്ക് ഈ കോവിഡ് കാലത്ത് പറഞ്ഞാൽ എല്ലാ വർക്ക് നമുക്ക് അഡീഷണൽ തന്നെ ആയത്. ഈ അഡീഷണൽ വർക്ക് സമയത്ത് ഇതും ശരിയാണ്. ദാറ്റ് ക്രൈം റേറ്റ് കുറഞ്ഞു പോയി. ലോ ആൻഡ് ഓർഡർ അത്ര ഇല്ലായിരുന്നു. ബട്ട് പക്ഷേ എന്നാലും ക്രമസമാധാനം നോക്കണം, ഈ ആളുകൾ ലോക്ക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങാൻ നോക്കണം, അങ്ങനെയുള്ള പിന്നെ അതിർത്തികളിലെ ജാഗ്രത കൊടുക്കണം. ഈ രാത്രി വരെ സാർ അതിർത്തികളിൽ വരെ പോയിരുന്നു. അതിനിടയ്ക്കാണല്ലോ ഈ ജോലി കൂടി ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളൊരു പ്രയോറിറ്റിയാണ് കൊടുത്തത്. ബിക്കോസ് ഇപ്പോൾ മൈഗ്രൻ്റ് ലേബറിന് പ്രധാനപ്പെട്ട പറഞ്ഞാൽ ചില ഒരുപാട് രാജ്യം ഡൽഹി ആയാലും UP ആയാലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതാണ് ഒരു ഈ ഔട്ട്സൈഡ് ലേബറേഴ്സ് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പർക്കേഷൻസ് ഇതിനേക്കാളും മോശമായിരിക്കും. അവരുടെ ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ സെക്യൂരിറ്റി നമ്മൾ തന്നില്ലെങ്കിൽ ദാറ്റ് കുഡ് ഗെറ്റ് ഇൻ ടു സം കൈൻഡ് ഓഫ് അതർ ക്രിമിനൽ ആക്ടിവിറ്റീസ്. സോ അതാണ് നമുക്ക് മനസ്സിലായത്. ദാറ്റ് ഇഫ് യു വാണ്ട് സം ദാറ്റ് ഒരു ലോ ആൻഡ് ഓർഡർ ഒഴിവാക്കാനുണ്ടെങ്കിൽ ഇതൊരു അറ്റൻഡ് ചെയ്തേ പറ്റൂ. സോ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്തു. ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു ഈ ക്വാറന്റൈൻ ഉള്ള അത് എൻഫോഴ്സ് ചെയ്യാൻ, ലൈക്ക് ലോക്ക്ഡൗൺ പീരീഡ് പ്ലസ് ബോർഡർ സീലിംഗ് പറഞ്ഞാൽ ലാൻഡ്, ട്രെയിൻ പ്ലസ് എയർ. അതൊരു ദോസ് ബോർഡർ സീലിംഗ് മാത്രമല്ല, അത് പോലീസിൻ്റെ സ്വന്തം സുരക്ഷ, അവരുടെ സ്വന്തമിൻ്റെ സേഫ്റ്റി പ്ലസ് അതും എൻഷുർ ചെയ്യണം ദാറ്റ് എവ്രിബഡി ഹു ആർ കമ്മിങ് അതിൻ്റെ എല്ലാ പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. അതും that was our first priority. Yes. Because ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ പറഞ്ഞാൽ ഇതൊരു ബേസിക്കലി ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഇറ്റ് ഈസ് ഓൺലി ടു സ്ലോ ഡൗൺ ദ സ്പ്രെഡ്. ഇത് നമ്മൾ സ്ലോ ഡൗൺ ആക്കിയില്ലെങ്കിൽ ഒരുപാട് മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ടീംസിൽ ഒരുപാട് വർക്ക് ലോഡായി പോകും. സോ നമ്മുടെ ലോക്ക്ഡൗൺ നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ ആ വർക്ക് പ്രഷർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ
കുറച്ച് റിലാക്സ് ആവും. So definitely the first priority was basically to enforce the lockdown. That was the first priority. Second is obviously the migrant labours was there. And ഒരു ഡിഫറൻസ് ഞാൻ പറയാം. മറ്റ് രാജ്യത്തിലുള്ള ഒരു ലോട്ട് ഓഫ് ഓഫീസേഴ്സ് നമ്മൾ കേരളത്തിൽ എങ്ങനെ ചെയ്തു അങ്ങനെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിരുന്നു. ലൈക്ക് എൻ്റെ ബാച്ച്മേറ്റ്സ് കുറേ കോൺടാക്ട് ചെയ്തു. ദാറ്റ് നിങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് ഇത് എൻഫോഴ്സ് ചെയ്യുന്നത്. ഇത് ഇറ്റ് വാസ് ജസ്റ്റ് ബേസിക്കലി നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലൈക്ക് ഇവിടുത്തെ പബ്ലിക് ദേ ആർ മച്ച് അവെയർ ആൻഡ് ഇവിടുത്തെ ഗവൺമെൻറ് മഷീനറീസ് വളരെ ഫങ്ഷണൽസ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ വെദർ ഇറ്റ് ഈസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയാലും ലൈക്ക് എവ്രിബഡീസ് സപ്പോർട്ട് ആൻഡ് ഹെൽപ്പിന് നമുക്ക് ഈ ലോക്ക്ഡൗൺ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റി. സോ ക്വാറന്റൈൻ എൻഫോഴ്സ് ചെയ്യണം. ബോർഡർ സീലിംഗ് വളരെ ശക്തമായിട്ട് എൻഫോഴ്സ് ചെയ്തിട്ട് സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കണം. Third thing was the migrant labours and the issues and then obviously traffic, whether it was law and order. So everything was ചെയ്തിട്ട് we had prioritized. But definitely the COVID was the top priority. സാറേ, നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള കോവിഡ് പടർന്നു പിടിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്കൊരു യാതൊരു ആശങ്കയില്ലാത്തത് സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിനോടൊപ്പം തന്നെ പോലീസിൻ്റെ വലിയൊരു ചുമതല ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി കോവിഡിന് ശേഷം എന്നൊരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനിയും അതിഥി തൊഴിലാളികൾ മടങ്ങി വരാൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇനി മടങ്ങി വരുന്നവർക്ക് അല്ലെങ്കിൽ ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇതുവരെ ലൈക്ക് ലോക്ക്ഡൗൺ പീരീഡിൽ കേരള ഹാഡ് ഡൺ ഒരു എക്സ്ട്രീംലി നല്ല പെർഫോമൻസ് ആയിരുന്നു. ദാറ്റ് വാസ് വെൽ അപ്രീഷിയേറ്റഡ് ബൈ എവ്രിബഡി ഇൻക്ലൂഡിങ് ഇന്റർനാഷണലി ഓൾസോ. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ലോക്ക്ഡൗൺ നമുക്ക് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് പറ്റത്തില്ല. ബിക്കോസ് അതിൻ്റെ ഒരുപാട് റിപ്പർക്കേഷൻസ് ഉണ്ട്. നമുക്ക് ലോക്ക്ഡൗൺ എന്തായാലും വി ഹാവ് ടു ഫിനിഷ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾ, വെദർ ഇറ്റ് ഇസ് NRI മലയാളീസ് ഓർ വെദർ മറ്റേ സ്റ്റേറ്റ്സിൽ സ്റ്റക്കപ്പ് എന്തായാലും ദേ വിൽ കം ബാക്ക്. സോ വെൻ ദേ കം ബാക്ക് ഡെഫിനറ്റ്ലി ആ വർക്ക് ലോഡ് അല്ലെങ്കിൽ ചാൻസസ് ഓഫ് സ്പ്രെഡ് വിൽ ബി ഹയർ. നമുക്ക് ലോക്ക്ഡൗൺ പീരിയഡ് ആക്ച്വലി സേഫ് പീരിയഡ് ആണ്. Because other public interaction, baki work and all of that was stopped. Ipo double risk and double danger ana. Because outside people are coming and they are coming from valare risk prone area ninnu varanundu. Maharashtra nu varunundu. Adu onnu. Rendamathu nammal lockdown open ആയി ഈ public interactions movements എല്ലാം തുടങ്ങി. So risk ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ചെയ്തേ പറ്റൂ. Now പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ ലോക്ക്ഡൗൺ പീരിയഡ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഓഫ് പോസിറ്റീവ് കേസസ് ഇറ്റ് ഹാസ് ഗോൺ അപ്പ്. പക്ഷേ അത് ദാറ്റ് വാസ് പ്രെഡിക്റ്റഡ് ആണ്. വാട്ട് വി ആർ എൻഷൂറിങ് ദാറ്റ് whoever is coming within the Kerala limit, that we are ensuring that ഒരു 100% ക്വാറന്റൈൻ എൻഫോഴ്സ് ചെയ്യണം. The government has made a lot of arrangements for the institutionalized quarantine, plus some exceptional category under those people will be put in the house quarantine. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടഫ് ഉള്ള കാര്യം പറഞ്ഞാൽ ഈ ക്വാറന്റൈൻ ദ എൻഫോഴ്സ് ചെയ്യണം. ബിക്കോസ് നമ്പർ ഈസ് ഓൾസോ ഗോൺ വെരി ഹൈ ആൻഡ് അവെയർനെസ് എൻഫോഴ്സ്മെൻറ്റ് ദാറ്റ് ഈസ് വെരി. ഇവിടെയാണ് ഈ പബ്ലിക് പബ്ലിക്കിൻ്റെ റോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്ക് ഒരു ദേ ഷുഡ് തിങ്ക് ദാറ്റ് ലോക്ക്ഡൗൺ അത് സൊല്യൂഷൻ ഇല്ലായിരുന്നു. ലോക്ക്ഡൗൺ ഓപ്പൺ ആയി ദാറ്റ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് നമ്മുടെ പ്രോബ്ലം തീർന്നു. നമുക്ക് ഈ കൊറോണ വൈറസിലെ കൂടെ ജീവിക്കാനുള്ള പെരുമാറ്റം നമ്മുടെ വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. അതിന് ഒരു see every people commit a mistakes. Like for example എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോളോ ചെയ്യും. നമ്മുടെ ഒരാളുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് വി കീപ്പ് ഇറ്റ്. അതും ശരിയാണ്. പക്ഷേ രണ്ട് കാര്യമാണ്. ഒരു മാൻ ആൻഡ് മെറ്റീരിയൽ
രണ്ടും ഡിസ്റ്റൻസ് ആവണം. വി മേ ബി കീപ്പിംഗ് എ ഡിസ്റ്റൻസ്, ഒരാളുമായിട്ട് സേഫ് ഡിസ്റ്റൻസ് വെക്കാറുണ്ട്. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എൻ്റെ വീട്ടിൽ നമ്മൾ സാധനം വാങ്ങാൻ പോകും, ഫയൽസ് നോക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും, കമ്പ്യൂട്ടേഴ്സ്, വണ്ടിയിൽ ഡോർസ്, അങ്ങനെ ടാപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എനിക്കൊരു പറയാൻ ഒരു ജസ്റ്റ് ഐ വോണ്ട് ടു ടെൽ ജസ്റ്റ് ഫോർ ആൻ അവയർനെസ് പർപ്പസ്, നമുക്ക് എപ്പോഴും ചിന്തിക്കണം ദാറ്റ് എല്ലാ സ്ഥലത്തും വൈറസ് ഉണ്ട്. ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ആവുന്ന 2-3 കാരണമുണ്ട്. ഇറ്റ് മേ ഗോ ത്രൂ ദ മൗത്ത്, ഇറ്റ് മൈറ്റ് ഗോ ടു ദ നോസ്, ഇറ്റ് മൈറ്റ് ഗോ ടു ദ ഐസ്. ഈ 3 ഇവിടെ ഇൻഫെക്റ്റ് ആവാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് നടക്കുന്നത്. ആ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഫ്ലൂയിഡ് നമുക്ക് ബോഡിയിൽ വരാൻ പാടില്ല. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ഡിസിപ്ലിൻ ആണ്. ഹാൻഡ് വാഷ് മാത്രമല്ല, നമുക്ക് എപ്പോൾ 24 hours നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 ഹാൻഡ് വാഷിന് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ വി ഷുഡ് എൻഷുർ ദാറ്റ് ഈ ഹാൻഡ് മൂവ്മെന്റ് നമ്മുടെ ഫേസിൽ വരാൻ പാടില്ല. വി ഷുഡ് ഓൾവേസ് പ്രിസ്യൂം ദാറ്റ് എൻ്റെ ഹാൻഡ്സിൽ വൈറസ് ഉണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഷുഡ് നോട്ട് ബ്രിങ് യുവർ ഹാൻഡ് ഓൺ യുവർ ഫേസ്. ഇത് ഈ ഫേസിൽ വരാൻ സിറ്റുവേഷൻ വന്നാൽ അപ്പോൾ തന്നെ വി ഹാവ് ടു വാഷ്, സാനിറ്റൈസ് അത് ചെയ്തിട്ട് ദെൻ നമുക്ക് അത്ര ഒരു ടെൻഷൻ ആവശ്യമില്ല. അത് നമുക്ക് അങ്ങനെ ചിന്തിക്കണം. എപ്പോഴും നമുക്ക് ഫീൽ ആവണം എൻ്റെ ഹാൻഡ്സിൽ മിക്കവാറും വൈറസ് ഉണ്ട്. സോ വി ഷുഡ് അവോയ്ഡ് ദ ഹാൻഡ് ഡിസിപ്ലിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സാറേ, അതുപോലെ തന്നെ ഇനിയൊരു അതിഥി തൊഴിലാളികൾ മടങ്ങി വരുമ്പോൾ ഇത്രയും കാലം നമുക്കൊരു കണക്കുകളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് കൃത്യം ഒരു കണക്ക് 4 ലക്ഷത്തി സംതിങ് കണക്കുണ്ടായിരുന്നു. ഇനി മടങ്ങി വരുന്നവർക്ക് ഒരു കണക്കെടുക്കുകയും അവരെ കൃത്യമായി പരിപാലിക്കുകയും ഒരു കുറേ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നേരത്തേക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു സാഹചര്യം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ? പ്രധാനപ്പെട്ട ഈ ഔട്ട്സൈഡ് ഗസ്റ്റ് ലേബറേഴ്സിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് the labor departments in the ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി പോലീസ് വിൽ ബി ഹെൽപ്പിംഗ് ദം. വി വിൽ ഹെൽപ്പ് ദം ടു ഗെറ്റ് ഇൻ ടു ദ സ്റ്റാറ്റസ്. ഇത് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഔട്ട്സൈഡ് ലേബറേഴ്സ് ഉള്ള ഫ്ലക്ച്വേറ്റിംഗ് ആണ്. എപ്പോഴും അങ്ങനെ ഒരു പെർമനൻ്റ് അല്ല. ഒരു ഇറ്റ് ഹാസ് ടു ബി റിവ്യൂഡ് ഓൺ എ റെഗുലർ ബേസിസ്. അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. വി വിൽ ഡെഫിനറ്റ്ലി കീപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്. സാറേ, ഈ 60 ദിവസത്തോളം വളരെ വെല്ലുവിളിയൊരു കാലഘട്ടമായിരുന്നു. ലോ ആൻഡ് ഓർഡർ നോക്കണം, ഇവരെ പരിലാപിക്കണം, പോലീസിനൊരു വെല്ലുവിളി. പക്ഷേ ഒരു ജനകീയ മുഖം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്തായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ സഹിച്ച ഏറ്റവും വലിയൊരു വെല്ലുവിളി, അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് ചെയ്തൊരു വർക്ക് എന്തായിരുന്നു? അല്ലെങ്കിൽ വൺ തിങ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മറ്റേ സ്റ്റേറ്റ്സിൽ ഓൾസോ ലോക്ക്ഡൗൺ എൻഫോഴ്സ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ കേരളത്തൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ആ പബ്ലിക്കിനെ നമ്മൾ ഫോർഗെറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് എല്ലാ ആവശ്യങ്ങൾ അവരുടെ വീട്ടിൽ വരെ വി ഹാഡ് സപ്ലൈഡ് ദർ ഗ്രോസറി ഐറ്റം, മെഡിസിൻ സപ്ലൈ. പോലീസ് പറഞ്ഞാൽ ഒരുപാട് എമർജൻസി മെഡിസിൻസ് നമ്മുടെ ട്രാൻസ്പോർട്ട് ചെയ്തു. നമ്മുടെ വി വർക്ക്ഡ് ലൈക്ക് എ കൊറിയർ സർവീസ്. We worked like their house medical assistant, food, lot of pregnant ladies, lot of senior citizen health issues. That was very satisfying. That was one. ഇപ്പോൾ ഈ ഔട്ട്സൈഡ് ലേബേഴ്സ് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു UP ഉള്ള ഒരു ലേബർ ഉണ്ടായിരുന്നു. ഹി വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇതിന് ഒരു ഡിസ്ട്രസ് കോൾ വന്നു. ഡിസ്ട്രസ് കോൾ വന്നപ്പോൾ ആ നോഡൽ UP ഉള്ള ഒരു നോഡൽ ലേഡി ഓഫീസറാണ്. ദെൻ ഷീ കോൾ ദാറ്റ് അതൊരു ദാറ്റ് പേഴ്സൺ എപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. സോ ദെൻ വി കോൺടാക്റ്റഡ്, വി took care of what was his requirement, counseling ചെയ്തു. അതിനുശേഷം 10-15 days കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ മുഖാന്തരം ബേസിക്കലി നാട്ടിൽ പോയി. ഈ പോകുന്ന മുമ്പ് ആ പേഴ്സൺ എൻ്റെ കോൺസ്റ്റേബിൾ, എൻ്റെ DYSP എന്നെ എല്ലാവർക്കും വിളിച്ചിട്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ദാറ്റ് ഞാൻ ഹി വാസ് സോ മച്ച് താങ്ക്ഫുൾ ദാറ്റ് ഞാൻ ഒരു ഞാൻ ഒരു സൂയിസൈഡുള്ള മാർഗത്തിൽ പോകാൻ വരെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫാമിലി ഫുൾ നശിച്ചു. സോ ദാറ്റ് വാസ് വെരി സാറ്റിസ്ഫൈങ്. അത് ഒന്ന്. സെക്കൻഡ് തിങ് ഈസ് ഈ പോലീസിൻ്റെ
I mean the kind of a service which they did, and I'm really like even my subordinate police constabularies, they literally worked hard. യെസ്, ഈ മാൻ പവർ നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. അതെ. ഈ ആൻഡ് ദേ ഹാഡ് ടേക്കൺ റിസ്ക്. ഇപ്പോൾ ദേ ആർ ദ ഫസ്റ്റ് പേഴ്സൺ. ഇപ്പോൾ ഞാൻ അരിൻകാവ് ബോർഡറിലെ നൈറ്റിൽ പോയി, ഈ പാറശാല ബോർഡേഴ്സ് ഉണ്ട്, അവിടെ 24 അവിടെ ഒരു ഫെസിലിറ്റി ഇല്ല. ബട്ട് 24 hours ദേ മാനേജ്ഡ്, ഡിഡ് ദെയർ ഡ്യൂട്ടി വിത്ത് ബെയർ മിനിമം സേഫ്റ്റി കിറ്റ്സ്. അതെ അതെ. അത് ആദ്യം ഈ ഗ്ലോവ്സ് ആൻഡ് ഹാൻഡ് ഗ്ലോവ്സ്, മാസ്ക്, അതിൻ്റെ ഒരുപാട് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. സോ വാട്ട് എവർ അവൈലബിൾ മിനിമം സെക്യൂരിറ്റി നോക്കിയിട്ട് they had literally done well. Chala policemen, they have extremely done. It was like a good teamwork, and adinte oru this good satisfaction ഉണ്ട്. ഈ പോലീസുമായിട്ട് നമ്മുടെ നാട്ടിൽ അവസാനം ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, കുറേ നമ്മുടെ സമയം അതിക്രമിക്കുന്നു. പോലീസുമായിട്ട് ആളുകളുടെ ഇടപെടൽ വളരെ നോർമൽ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ജനകീയമായി മാറി. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് ജനങ്ങൾ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ പോലീസുമായി സഹകരിക്കാൻ വേണ്ടത്? ഒബ്വിയസ്ലി ലൈക്ക് കേരള പോലീസ് എപ്പോഴും അവരുടെ ഒരു മോട്ടോ തന്നെയാണ് ലൈക്ക് പീപ്പിൾ ഫ്രണ്ട്ലി, ആൻഡ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് വി വിൽ എൻഷുർ ദാറ്റ് the same way whatever ജനങ്ങൾക്ക് liking means our what a responsible police officer behave ചെയ്യണം, അതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇതാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈ കോവിഡ് കാലത്ത് മാത്രം പോലീസ്, സാധാരണ നമ്മുടെ പോലീസ് അങ്ങനെ തന്നെയാണ്. ചില അബ്രേഷൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഒരു അബ്രേഷനിൽ കുറച്ച് കൂടുതൽ. പക്ഷെ മോസ്റ്റ്ലി ഐ ബിലീവ് ദാറ്റ് 99% police persons they do lot of as per rule, as per responsible and as per good behavior only. മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് ഇപ്പോഴും പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴും സുരക്ഷിതമായി നിൽക്കുന്നത്? അതിന് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പകലില്ലാതെ റോഡുകളിലും ക്വാറന്റൈൻ സെന്ററിലും പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. ആ ഒരു താല്പര്യം, അവർ നമ്മോട് കാണിച്ച ഒരു സഹകരണം ഇനിയും തിരിച്ചുണ്ടായാൽ മാത്രമേ ഇനിയുള്ള കോവിഡ് കാലത്തിനോടൊപ്പം, സാറ് പറഞ്ഞ പോലെ കോവിഡിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതിനുവേണ്ടി എന്തെല്ലാം കഴിഞ്ഞ 60 ദിവസം എടുത്ത റിസ്കുകൾ, ഇനി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അതിഥി തൊഴിലാളിക്ക് വേണ്ടി നടത്തിയ സേവനങ്ങൾ ഉൾപ്പെടെ നമ്മോടൊപ്പം വലിയ തിരക്കേറിയ സമയത്ത് നമ്മോടൊപ്പം പങ്കുവച്ച ബഹുമാനപ്പെട്ട DIG ശ്രീ K. സഞ്ജയ് കുമാർ IPS അവർക്ക് നന്ദി പറയുന്നു. ഇനിയും കാണാം സാർ. നന്ദി, നമസ്കാരം. നമസ്കാരം.